ഹായ്, ഫൈസൽ ഭാരതാണ്. 200 കൊല്ലം ബ്രിട്ടീഷർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. 200 കൊല്ലം ഇന്ത്യ ഭരിച്ചപ്പോൾ ഇന്ത്യൻ ജനതയുടെ ചോരയും നീരും വേർപ്പൊക്കെയാണ് അവർ കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്നും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ മണ്ണ് ഒരിക്കലും ആർക്കും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, ബ്രിട്ടീഷർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അവരിവിടുന്ന് കൊണ്ടുപോയത് കാലങ്ങളോളം വർഷങ്ങളോളം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയെടുത്തിരുന്ന, കൃഷി ചെയ്തിരുന്ന അതിൻ്റെ വിഭവങ്ങളും അതിൻ്റെ അറിവുകളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെയാണ് അവരെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഒരിക്കലും ഇന്ത്യൻ മണ്ണോ ഇന്ത്യൻ ജനതയോ അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. കുറേ ഇന്ത്യൻ ജനതയൊക്കെ കൊണ്ടുപോയിട്ട് യുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇന്ത്യൻ കൾച്ചറിനെ എടുത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അഗ്രികൾച്ചർ എന്ന് പറയുന്ന കൾച്ചറിനെയും ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന കൾച്ചറിനെയും ഒരു ബ്രിട്ടീഷറിനും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഇന്ത്യയിൽ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങളാണ്. ഭരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഭരണം എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്താണോ ഇന്ത്യക്ക് വേണ്ടത് അത് കണ്ടെത്തി കൊടുക്കാനോ ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അവിടെയുള്ള ഓഫീസേഴ്സിനോ കഴിയാതെ പോയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമാണ് ബ്രിട്ടീഷുകാർ ഊറ്റിക്കൊണ്ടുപോയത് ഈ രാജാക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സംവിധാനങ്ങളിനേക്കാൾ കൂടുതൽ കൊണ്ടുപോയത് ജനങ്ങളിൽ നിന്നാണ്, സാധാരണക്കാരിൽ നിന്നാണ്. സാധാരണക്കാരെ അടിച്ചമർത്തിയിട്ട് അവരിൽ നിന്ന് ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ടത് ഇവിടുത്തെ സാധാരണക്കാരനെയാണ്. അപ്പോൾ നാം തുടക്കം കുറിക്കേണ്ടത് സാധാരണക്കാരിൽ നിന്നാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വളർച്ചയും വിജയവും വളർത്തിയെടുത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ വരാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ മണ്ണ് വീണ്ടും പണ്ടത്തെ കാലത്തെ എല്ലാവിധ വിഭവങ്ങളുമുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു എംപയറിനെ ക്രിയേറ്റ് ചെയ്താലേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എംപയറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു അഗ്രികൾച്ചറൽ എംപയറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളും പങ്കാളികളാവണം, അല്ലെങ്കിൽ നിങ്ങളും കടന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാൻ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും, നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കൂടെ കൂടാൻ കഴിയുന്നവർക്ക് കൂടെ കൂടാം. ലാൻഡ് സ്ട്രക്ചർ ടെക്നോളജി ഇത് മൂന്നും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഫുഡ് ആൻഡ് പ്രൊഡക്റ്റ് ഇത് കൊണ്ടുവന്നുകൊണ്ട് ഒരു മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എംപയർ എന്ന് പറയുന്നത്.